കടലിടുക്ക് പ്രതിസന്ധിയെ തുടർന്ന് ലോകം ഏറ്റവും വലിയ ഊർജ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും യൂറോപ്പിൽ ഇനി വെറും 6 ആഴ്ചത്തേക്ക് മാത്രമുള്ള വിമാന ഇന്ധനമാണ് അവശേഷിക്കുന്നതെന്നും അന്താരാഷ്ട്ര ഊർജ ഏജൻസി മേധാവി ഫാത്തി ബിറോൾ മുന്നറിയിപ്പേകുന്നു. നമസ്കാരം, ഞാൻ ജാസ്മിൻ. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ലോകം ഇന്നുവരെ നേരിട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഊർജ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് ചൂണ്ടിക്കാട്ടി അന്താരാഷ്ട്ര ഊർജ ഏജൻസി മേധാവി ഫാത്തി ബിറോൾ രംഗത്ത്. യുദ്ധത്തെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഇന്ധന വിതരണം തടസ്സപ്പെട്ടത് ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അസോസിയേറ്റഡ് പ്രസിനോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഈ വിലയിരുത്തൽ പങ്കുവച്ചത്. യൂറോപ്പിൽ ഇനി കേവലം 6 ആഴ്ചത്തേക്ക് മാത്രമുള്ള വിമാന ഇന്ധനമാണ് അവശേഷിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഹോർമൂസ് കടലിടുക്ക് വഴി ഇന്ധനം എത്തുന്നത് പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ വ്യോമയാന മേഖലയിൽ വലിയ തകർച്ചയുണ്ടാകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. പല നഗരങ്ങൾക്കിടയിലുള്ള വിമാന സർവീസുകൾ ഉടനെ തന്നെ റദ്ദാക്കേണ്ട സാഹചര്യമുണ്ടെന്നാണ് നിലവിലെ സൂചന. മധ്യേഷ്യയിൽ നിന്നുള്ള ഊർജത്തെ കൂടുതലായി ആശ്രയിക്കുന്ന ഇന്ത്യ, ചൈന, ജപ്പാൻ, കൊറിയ തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളെയാകും ഈ പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ബാധിക്കുക. നിലവിലെ പ്രതിസന്ധി ലോക സാമ്പത്തിക വളർച്ചയെ തളർത്തുന്നതിനും പണപ്പെരുപ്പം കുതിച്ചുയരുന്നതിനും കാരണമാകുമെന്നും IEA മേധാവി ചൂണ്ടിക്കാണിക്കുന്നു. ആഗോളതലത്തിൽ ഊർജ പ്രതിസന്ധി എങ്ങനെ വ്യാപിക്കുന്നു എന്നതിന്റെ നേർചിത്രമാണ് അദ്ദേഹം തുറന്നുകാട്ടുന്നത്. നിലവിലെ പ്രതിസന്ധി എത്രത്തോളം നീണ്ടു നിൽക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും അതിന്റെ ആഘാതം. അത് ദീർഘനാളുകളിലേക്ക് നീണ്ടു നിൽക്കുന്ന സാഹചര്യമുണ്ടായാൽ ലോകമെമ്പാടുമുള്ള സാമ്പത്തിക വളർച്ചയെയും പണപ്പെരുപ്പത്തെയും ദോഷകരമായി ബാധിക്കും, അദ്ദേഹം കൂട്ടിച്ചേർത്തു. പെട്രോൾ, ഗ്യാസ്, വൈദ്യുതി എന്നിവയുടെ വിലവർധനയിലൂടെ ഈ പ്രതിസന്ധിയുടെ ആഘാതം വ്യക്തമായി അനുഭവപ്പെടുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. പലയിടങ്ങളിലും ഈ പ്രതിസന്ധി ഗുരുതര പ്രത്യാഘാതങ്ങൾക്ക് കാരണമായി തീരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പ്രതിസന്ധിയുടെ ആഘാതം ശക്തമായി ബാധിക്കുന്ന രാജ്യങ്ങളായ ജപ്പാൻ, കൊറിയ, ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ആ പ്രത്യാഘാതം യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും വ്യാപിക്കുമെന്നാണ് ഫാത്തി ബിറോൾ വിലയിരുത്തുന്നത്. അതിനിടെ യുദ്ധം അവസാനിക്കാൻ പോകുന്നുവെന്ന് പ്രതീക്ഷ നൽകുന്ന ചില സൂചനകളും പുറത്തുവരുന്നുണ്ട്. യുദ്ധവുമായി ബന്ധപ്പെട്ട കരാർ ഉടൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ട്രംപ് ഭരണകൂടം. പ്രതീക്ഷിക്കുന്നതുപോലെ തന്നെ US-ഉം ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ യഥാർത്ഥ ഫലം കാണുകയാണെങ്കിൽ അതിന്റെ പ്രതിഫലനം ആഗോളതലത്തിലെങ്ങും പ്രകടമാകും. മറിച്ചാണെങ്കിൽ അന്താരാഷ്ട്ര ഊർജ ഏജൻസി മേധാവി ഫാത്തി ബിറോൾ പറയും പോലെ തന്നെ അത് ലോകത്തിന്റെ രാഷ്ട്രീയ സാമ്പത്തിക ഭാവിയെ തന്നെ വലിയ ആഴത്തിലേക്ക് താഴ്ത്തിയേക്കും. അതിനാൽ തന്നെ 2ാം ഘട്ട സമാധാന ചർച്ചകളെ ഏറെ ആകാംക്ഷയോടെയാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നതും. വാർത്തയുടെ നിറം തേടി തനിനിറം.